ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. സീക്രട്ട് ഓഫ് മില്ലിയനെയർ മൈൻഡ് എന്ന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം, അതായത് അതിലെ ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ പ്രവർത്തനശേഷിയെ ഉയർത്തുകയാണ് വിജയത്തിൻ്റെ താക്കോൽ എന്നുള്ളതാണ്. അതായത് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മളുടെ പ്രവർത്തനശേഷിയുടെ വ്യാപ്തി നമ്മൾ കൂട്ടണം, അല്ലാണ്ട് നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ ആർജിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റൂ എന്ന് ഹവേക്കർ നമ്മളോട് പറയുന്നു. നിങ്ങളുടെ പ്രവർത്തനശേഷിയെ ഉയർത്തുകയാണ് വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് മണി ബ്ലൂ പ്രിൻ്റ് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിച്ചത്. അതായത് നമ്മളുടെ പഴങ്ങളല്ല, വേരുകൾ, നിങ്ങളുടെ പഴങ്ങൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ വേരുകൾ മാറ്റണം. ദൃശ്യമായത് മാറണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അദൃശ്യമായത് മാറണം എന്ന് ഹവേക്കർ നമ്മളോട് പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിളൊക്കെ പറഞ്ഞു. അതായത് ഒരിക്കലും പേരക്ക നട്ടിട്ട് അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ പാടില്ല, ആപ്പിളിൻ്റെ ഫ്രൂട്ട്സ് പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ല. ആപ്പിളിൻ്റെ വിത്തുകൾ നട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആപ്പിൾ ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യക്ഷമായത് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അദൃശ്യമായത്, അതായത് നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ നമ്മൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് പറയുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായ ഒരു പോയിൻ്റാണ് ഹവേക്കർ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അതിമനോഹരമായ ഒരു പോയിൻ്റാണ്. പിന്നീട് നമ്മളോട് പറഞ്ഞത് സ്വാധീനം, അതായത് മണി ബ്ലൂ പ്രിൻ്റ് എങ്ങനെയൊക്കെ നമ്മൾ ലൈഫ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഒന്ന് വെർബൽ പ്രോഗ്രാമിങ്, പിന്നീട് പറഞ്ഞത് മോഡലിങ്, പിന്നെ സ്പെസിഫൈഡ് ഇൻസിഡൻസ്, അല്ലെ, ചില പ്രത്യേക സംഭവങ്ങൾ, ഇതും നമ്മളുടെ മണി ബ്ലൂ പ്രിൻറ്റിനെ ഇതാകുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ മനോഹരമായ പല ഇതും ഹവേക്കർ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ നല്ലൊരു സംഭവമാണ്. പിന്നീട് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നതാണ്, ഒരു ചിന്തയും നിങ്ങളുടെ തലയിൽ വാടക ഇല്ലാതെ താമസിക്കില്ല. അതായത് എല്ലാ ചിന്തകളും നമുക്കെന്ത് തരുന്നുണ്ട്, വാടക തരുന്നുണ്ട്. ആ വാടക ഒന്നിക്കിൽ അതെന്തായിരിക്കാം, ഒരു നിക്ഷേപമായിരിക്കാം, അല്ല എങ്കിൽ ആ വാടക എന്തായിരിക്കാം, ചിലവായിരിക്കാം എന്നും പറയുന്നു. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ആ ചിന്തയുടെ ഫലമായി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെറുതെ നമ്മൾ സമയം കളയുകയാണെങ്കിൽ ആ ചിന്ത നമുക്ക് തരുന്നത് ചിലവാണ്. ഇപ്പം നമ്മൾ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് കുറേ സമയം യൂട്യൂബും സോഷ്യൽ മീഡിയയും അങ്ങനെയൊക്കെ നമ്മൾ കളയുകയാണെങ്കിൽ ആ ചിന്ത തരുന്ന വാടക നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, അത് ചിലവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ചിലവായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. ഇനി ചില ചിന്തകൾ നമുക്ക് എന്ത് തരുന്നുണ്ട്, കൂടുതൽ വായനയോ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യാനൊക്കെ ചില ചിന്തകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന ചിന്തകൾ നമുക്ക് തരുന്ന വാടക എന്ന് പറയുന്നത് നിക്ഷേപമാണ്. അപ്പോൾ ഓരോ ചിന്തകളും നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, നിങ്ങൾക്ക് വാടക തരുന്നുണ്ട്. ആ വാടക നിങ്ങൾ ചെലവിലാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു നിക്ഷേപമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നിക്ഷേപമാകുന്ന ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പരിപോഷിപ്പിക്കണം എന്ന് പറയുന്നു. ഇനി ഈ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് പിന്നീട് ഒരു ഭാഗം 2 പറയുന്നത് ധനഫയലുകളെ പറ്റിയാണ്. ധനഫയലുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഹവേക്കർ പറയുന്നത് നമ്മുടെ മനസ്സിൽ, ഇപ്പം നമ്മുടെ ഓഫീസിലൊക്കെ ഓരോ ഫയലുകളും നമുക്കറിയാം, ഓഫീസിലൊക്കെ ഒരു പർച്ചേസ് ബില്ലുണ്ടാകും, സെയിൽസ് ബില്ലിന് ഒരു ഫയൽ ഉണ്ടാകും, എക്സ്പെൻസിനുണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലും ഇങ്ങനെ ഓരോ ഫയലുണ്ട് എന്ന് ഹവേക്കർ പറയുന്നു. അതായത് ചില ഇൻസിഡൻസുകൾ വരുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സ് എന്ത് ചെയ്യും, ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്താണ് ചെയ്തിരുന്നത് എന്നുള്ള ആ ഫയൽ ഉപബോധ മനസ്സ് തപ്പും. അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ ഉള്ളറകളിൽ എന്തുണ്ടാകും, ഇതുപോലുള്ളൊരു ഇൻസിഡൻസ്, അല്ലെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ അന്ന് എന്തായിരുന്നു സംഭവിച്ചത്, അത് നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ഫയലുകളായിട്ട് വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.